നടൻ മധു ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മധു, ഒരുപക്ഷെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ചയാകുന്നതൊക്കെ ആദ്യ കാലത്തെ ചിത്രങ്ങളെക്കുറിച്ചാണ്. ഒരുപക്ഷെ താങ്കളും സത്യനുമൊക്കെ അഭിനയിച്ച തൊമ്മന്റെ മക്കൾ പോലും ഇപ്പോൾ ചർച്ചയാവുന്നു. ആ സമയം തൊട്ട് അമ്മ വേഷങ്ങൾ ചെയ്ത് പിന്നീട് അത് അമ്മയായി മാറിയ മലയാള സിനിമയിലെ അമ്മയായി മാറിയ ഒരു നടി, അപാര റേഞ്ചുള്ള ഒരു അഭിനേത്രി നമുക്ക് നഷ്ടമാവുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു? ദുഃഖമുണ്ട് എന്ന് ഒരു വാക്കിൽ പറഞ്ഞു നിർത്താം എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അപ്രതീക്ഷിതമല്ല. എല്ലാവരും പോവും, ഞാനും പോവും, പൊന്നമ്മ പോയി. പക്ഷെ പൊന്നമ്മ എന്നും ജീവിച്ചിരിക്കും എന്നുള്ളതാണ് സത്യം. എല്ലാവരുടെ മനസ്സിലും, പ്രേക്ഷകരുടെ മനസ്സിലും, ഫിലിം ഫീൽഡിലുള്ളവരുടെ മനസ്സിലും കവിയൂർ പൊന്നമ്മ അമ്മയായി തന്നെ എന്നും ജീവിച്ചിരിക്കും. എത്ര നാൾ കഴിഞ്ഞാലും സിനിമകളെടുത്തോളം കാലം, ദൃശ്യമാധ്യമങ്ങളെടുത്തോളം കാലം പൊന്നമ്മ ജീവിച്ചു തന്നെ ഇരിക്കും. അവരുടെ കോൺട്രിബ്യൂഷൻസ് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ല. ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. ദുഃഖമുണ്ട്. പക്ഷെ അധികം ദുഃഖിക്കാതെ പൊന്നമ്മ പോയി. അവർക്ക് മോക്ഷം കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പൊന്നമ്മ എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാറിപ്പോവില്ല. മധു സാർ, ആദ്യത്തെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പടം തൊമ്മന്റെ മക്കൾ, അതിൽ സത്യനും താങ്കളും അഭിനയിച്ച കഥാപാത്രങ്ങളുടെ അമ്മയായിട്ടാണ് കബീർ പൊന്നമ്മ വന്നത്. ഒരുപക്ഷെ ആദ്യത്തെ ആ കാലഘട്ടത്തിലെ ആദ്യത്തെ അമ്മ വേഷം എന്നൊക്കെ പറയാം. 20 വയസ്സ് മാത്രം പ്രായമുള്ള സമയത്ത് ഇങ്ങനെ സീനിയറായി നിൽക്കുന്ന താരങ്ങളുടെ അമ്മയായി വരുന്ന ആ മൊമെൻ്റൊക്കെ ഒരുപക്ഷെ സാറിൻ്റെ മനസ്സിലിപ്പോഴും ഉണ്ടാവും. അത്രയും ചെറിയ പ്രായത്തിൽ അമ്മയുടെ വേഷം ചെയ്യുക, അങ്ങനെ ഒരു ചലഞ്ചിങ് റോളാണ്. എങ്ങനെയായിരുന്നു അത്? ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ? വർഷങ്ങളിൽ വളരെ വളരെയെങ്കിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. അവർക്ക് പ്രായം വളരെ കുറവായിരുന്നെങ്കിൽ എന്നെ മാത്രമല്ല സത്യൻ സാറിന്റെ പോലും അമ്മയായിരുന്നു. പക്ഷെ ആ പ്രായത്തിലും അമ്മ തന്നെയായിരുന്നു. അമ്മയാണെന്ന് ഞങ്ങൾക്കെല്ലാം തോന്നിയിരുന്നു. ആ പടം കണ്ട പ്രേക്ഷകർക്കും തോന്നിയിരുന്നു. അവരതിനു വേണ്ടി ജനിച്ചവരാണ്. അവർക്ക് എന്തെല്ലാം നൽകാൻ സാധിക്കുമായിരുന്നു, അതൊക്കെ മലയാള സിനിമയ്ക്കും അഭിനയത്തിനും നൽകിയിട്ടാണ് പൊന്നമ്മ പോയത്. നന്ദി ശ്രീ മധു. നടൻ മധു ആണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത്. ആ രീതിയിൽ തന്നെക്കാൾ പ്രായം കുറഞ്ഞ ആളായ തൻ്റെ അമ്മയായി അഭിനയിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ മധു സൂചിപ്പിക്കുകയായിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്, ആ രീതിയിൽ അപാര റേഞ്ചുള്ള ഒരു അഭിനേത്രിയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. ചെറിയ പ്രായത്തിൽ പോലും വലിയ ആൾക്കാരുടെ, മുതിർന്ന ആൾക്കാരുടെ അമ്മ വേഷം ചെയ്തു എന്നൊരു കാര്യം, അത് വളരെ ചലഞ്ചിങ് ആണ്. അത് നമ്മൾ വിചാരിക്കുന്നത് എളുപ്പമുള്ള കാര്യവുമല്ല. പക്ഷേ അതൊക്കെ വളരെ നിസ്സാരമായി കബീർ പൊന്നമ്മ ചെയ്തു എന്നാണ് കൂടെ അഭിനയിച്ച താരങ്ങൾ പോലും പറയുന്നത്. എങ്കിൽ അവർക്ക് എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അത്തരം ഒരു വിശേഷണത്തിൻ്റെ ആവശ്യമില്ല. ഒരു മികച്ച പ്രതിഭയായിരുന്നു. അങ്ങനെ മലയാള സിനിമയ്ക്ക് വലിയൊരു വിടവുണ്ടാക്കിക്കൊണ്ടാണ് കബീർ പൊന്നമ്മ ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ്, ഈ പുതിയ തലമുറയിലേക്ക് വന്ന് കഴിഞ്ഞാൽ ഏറ്റവും പുതിയ താരങ്ങൾക്കൊപ്പം തന്നെ അവരുടെ അമ്മ വേഷവും അമ്മൂമ്മമാരുടെ വേഷവും ഒക്കെ ചെയ്ത് കബീർ പൊന്നമ്മ നമ്മൾ കണ്ടു. അപ്പം